നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സ്വപ്നയെ നശിപ്പിക്കണം. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവൾക്ക് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെടണം. എന്നിട്ട് ഞാൻ കൈയൊഴിയുമ്പോ അവൾക്ക് വേറെ നിവൃത്തിയില്ലാതെ ഗിരിയോടെല്ലാം പറയേണ്ടി വരും. അപ്പ അവൻ ഉള്ളുകൊണ്ട് തകരും. ഇവൻ ഞാൻ വിചാരിച്ചാലും വലിയ വിഷമാണല്ലോ. അത്രയ്ക്കൊക്കെ വേണോ മോനെ? വേണം. പണി കൊടുക്കുമ്പോ നല്ല ഒന്നൊന്നര പണി തന്നെ കൊടുക്കണം. എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ. പക്ഷെ നീ പറഞ്ഞത് സ്വപ്ന വളരെ നിഷ്കളങ്കയായ ഒരു നാടൻ പെൺകുട്ടിയാണെന്നല്ലേ? അങ്ങനെ ഒരുത്തി നീ പറഞ്ഞതുപോലെ വഴങ്ങി തരുവോ? അതില്ലായിരിക്കും. പക്ഷെ അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്ത് വഴി? കാപ്പിയിലോ ജ്യൂസിലോ മയക്കുമരുന്ന് കലക്കി കൊടുത്താൽ മതി. പിന്നെ 3-4 മണിക്കൂറത്തേക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും അറിയില്ല. ബോധം തെളിയുമ്പോ നടന്നതൊന്നും അവൾക്ക് ഓർമ്മ കാണില്ല. പക്ഷെ എന്റെ കയ്യിൽ ആ ഓർമ്മയ്ക്കായി കുറെ ഹോട്ട് ഫോട്ടോസും വീഡിയോസും ഉണ്ടാവും. സമയമാവുമ്പോ അതൊക്കെ ഞാൻ തന്നെ ഓൺലൈനിൽ ലീക്ക് ചെയ്യും. ഇതൊക്കെ വലിയ പ്രശ്നമാവില്ലേ? ആകണമല്ലോ. അത് തന്നെ എന്റെ ഉദ്ദേശം. ഗിരിക്കൊരു അടി കൊടുക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും എഴുന്നേക്കാൻ പറ്റാത്ത പോലെ ഒരു അടിയായിരിക്കണം. സ്വപ്നയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ അവനത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അവൻ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് അവനെ തീർക്കണം. പിന്നെ എന്നെ ചോദ്യം ചെയ്യാൻ ആരും കാണില്ല. കൊള്ളാം മോനെ, നന്നായി. സഞ്ജയെക്കുറിച്ച് അവളോട് പറഞ്ഞത് മോശമായിപ്പോയി. ഒരു സോറി പറഞ്ഞേക്കാം. മഞ്ജു, സഞ്ജയനെ പറ്റി എന്തെങ്കിലും സംസാരിച്ച് വഴക്കുണ്ടാക്കാനാണ് ഗിരിയേട്ടന്റെ ഉദ്ദേശമെങ്കിൽ അത് വേണ്ട. ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വഴക്ക് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഗിരിയേട്ടന് സ്വന്തമായിട്ട് തോന്നാറുള്ളതാണോ, അതോ ഇതെല്ലാം സ്വപ്ന ഗിരിയേട്ടന്റെ മേൽ കുത്തിവെച്ചതാണോ? മതി, നിർത്ത്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വപ്നയെ നമ്മൾ തമ്മിലുള്ള വഴക്കിനിടയിൽ കൊണ്ടുവരരുതെന്ന്. അപ്പൊ എന്റെ അനിയത്തിയെ ഗിരിയേട്ടൻ വീട്ടിൽ കയറി ചെന്ന് ചീത്ത വിളിച്ചത് തെറ്റല്ലേ? എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറഞ്ഞോണം. നിന്റെ അടുത്ത് സംസാരിക്കാൻ വന്ന് എന്നെ തല്ലണം. തൊട്ടുപോകരുത്. നോക്കി നിൽക്കാതെ വന്ന് സഹായിച്ചൂടെ? ദേഹത്ത് തൊടാതെ വീണ് കിടക്കുന്ന ഒരാളെ സഹായിക്കാനൊന്നും എനിക്കറിഞ്ഞൂടാ. തൊട്ടോ? സൂക്ഷിച്ച്. വാ, അവിടെ ഇരിക്ക. നല്ല ചതവുണ്ടാവും. ഇവിടെ കുഴമ്പ് വല്ലത് ഇരിപ്പുണ്ടോ? അലമാരയിലുണ്ട്. ഇപ്പൊ വരാം. ഞാൻ അതൊന്ന് ഗിരിയേട്ട ഷർട്ട് ഊരുന്നില്ലേ?
ഇതെങ്ങനെ പറ്റിയതാ? അത് സ്കൂളിൽ പഠിക്കുമ്പോൾ പറ്റിയതാ. എന്റെ അച്ഛൻ മദ്യദുരന്തത്തിന് കാരണക്കാരനാണെന്നല്ലേ പോലീസ് പറഞ്ഞത്. അതിൽ മരിച്ചു പോയവരിൽ ചിലരുടെ ബന്ധുക്കൾ എന്റെ സ്കൂളിലുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് ദേഷ്യം തീർക്കാൻ അവർക്ക് വേറെ ആരെങ്കിലും കിട്ടണമായിരുന്നു. അതിന് പറ്റിയ ആള് കൊലയാളിയുടെ മകനാണല്ലോ. അന്നൊക്കെ എനിക്ക് സ്കൂളില് ദിവസവും അടിയുടെ പൂരമായിരുന്നു. മരിച്ചുപോയുള്ള ഒരാളുടെ മകനും എന്റെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അച്ഛൻ മരിച്ചതിന്റെ പ്രതികാരം ചെയ്യാൻ അവനൊരു വെട്ടുകത്തിയുമായിട്ട് വന്നു. പുറകില് വെട്ടുകത്തി കൊണ്ട് ഒറ്റ വെട്ട്. അതിന്റെ പാടാ ഈ കാണുന്നത്. ആദ്യമായിട്ട് ആയുധം പിടിച്ചതുകൊണ്ടായിരിക്കും അവന്റെ കൈ ഒന്ന് വിറച്ചു. അതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. ഗിരിയേട്ടൻ അയാൾക്കെതിരെ പരാതി കൊടുത്തില്ലേ? ആ ചെക്കന് നഷ്ടപ്പെട്ടത് സ്വന്തം അച്ഛനെയാ. അച്ഛൻ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പരാതി ഒന്നും കൊടുത്തില്ല. സ്കൂളിലെല്ലാരും എന്നെ ഒരു കുറ്റക്കാരനായിട്ടാണ് കാണുന്നതെന്ന് തോന്നിയപ്പോ സ്കൂളിൽ പോകാനും തോന്നിയില്ല. അതിന്റെ കൂടെ വീടിന്റെ പ്രാരാബ്ദം കൂടി വന്നപ്പോ ഞാൻ പഠിപ്പ് അങ്ങ് നിർത്തി. അച്ഛൻ മരിച്ചിട്ടും വർഷങ്ങളോളം നാട്ടുകാരെന്നെ ഒരു കൊലയാളിയുടെ മകനായിട്ട് മാത്രമാണ് കണ്ടത്. ഞങ്ങളെ സഹായിക്കാൻ ഈ നാട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ എല്ലാരും ഒറ്റപ്പെടുത്തി. അങ്ങനെ എല്ലാരും കൈവിട്ടപ്പോഴാ ഗോപാൽജി ഞങ്ങളെ സഹായിച്ചത്. അപ്പോ അയാളോട് നന്ദി കാണിക്കുന്നതിൽ തെറ്റുണ്ടോ? എന്റെ അച്ഛൻ ആ ദുരന്തവുമായി ഒരു ബന്ധവുമില്ലെന്ന് എനിക്ക് ഉറപ്പാ. ചെയ്യാത്ത തെറ്റിന് അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ വെച്ച് കൊന്നു. അച്ഛന്റെ ദുരിതം അതോടെ അവസാനിച്ചു. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിന് അതിന്റെ വിഷം അനുഭവിക്കേണ്ടി വന്നത് വർഷങ്ങളോളം. ഇന്നും എന്നെ നാട്ടുകാർ കാണുന്നത് ഒരു കൊലയാളിയുടെ മകനായിട്ടാ. എന്റെ അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അച്ഛനെ കുറിച്ച് പറഞ്ഞ് ആരും കളിയാക്കാതിരിക്കാനാ ഞാൻ ആദ്യമായിട്ട് തല്ലുണ്ടാക്കിയത്. പേടിപ്പിച്ചു കഴിഞ്ഞ നാട്ടുകാർ മുഖത്ത് നോക്കി കുറ്റം പറയില്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ എല്ലാത്തിനും മറുപടി തല്ലാണെന്ന് മനസ്സിലാക്കി. ചുരുക്കം പറഞ്ഞ പോലീസാ എന്നെ ഗുണ്ടയാക്കിയത്. അപ്പൊ പോലീസുകാരോട് ഞങ്ങൾക്ക് ദേഷ്യം തോന്നുന്നത് ഒരു കുറ്റമാണോ? അയ്യേ, നീ എന്തിനാ കരയുന്നേ? ഇതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളല്ലേ. നീ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനിങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല. കരയല്ലേ? പോലീസുകാര് കാരണം ഗിരിയേട്ടനും കുടുംബത്തിനും കുറെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പക്ഷെ ആ അനുഭവങ്ങൾ ഉണ്ടാക്കിയ മുറിവുകളുടെ ആഴം ഇപ്പോഴെനിക്ക് മനസ്സിലായത്. ഗിരിയേട്ടൻ എന്റെ ജോലി വെറുക്കാൻ തക്കതായ കാരണമുണ്ട്. ഇനി അങ്ങോട്ട് അത് മനസ്സിലാക്കിയിട്ടേ ഞാൻ പെരുമാറും. നീ കുഴമ്പ് തേക്ക്.